ഇന്ന് എല്ലാവർക്കും നല്ല തിരക്കാണല്ലേ. പല കുട്ടികളും പറയും ഒഴിവില്ല അമ്മേ. ശരിയാണ്, നമുക്ക് ഹെയർ പാക്ക്, ഹെയർ മാസ്ക് അതൊക്കെ ഉണ്ടാക്കാൻ നല്ല പ്രയാസമാണ് അല്ലേ. അപ്പം നിങ്ങൾ ഇനി ഹെയർ പാക്ക് ഉപയോഗിക്കേണ്ട, ഹെയർ മാസ്ക് ഉപയോഗിക്കേണ്ട, ഈ ഒരു സംഭവം അമ്മ ഉണ്ടാക്കി തരുന്നുണ്ട്. വളരെ എളുപ്പാട്ടോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് സാധാ നോർമൽ എവിടെ വെച്ചാൽ അവിടെ നിങ്ങൾക്ക് വെക്കാം, ഒരു കുപ്പിയിലാക്കിയിട്ട്. അതെന്താ നമുക്ക് കാണിച്ചു തരാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് എന്താ വേണ്ടത്, അരി തന്നെയാണ് കേട്ടോ മക്കളെ. നമ്മളെ വീട്ടിൽ നെല്ലുകുത്തി അരിയാണെങ്കിൽ നിങ്ങളിത് ഒരുപാട് കഴുകണം എന്നൊന്നും പ്രധാനമില്ല കേട്ടോ. അതിപ്പോൾ അമ്മ 2-3 പ്രാവശ്യം കഴുകും. എന്നിട്ടൊരു അരമണിക്കൂർ നമ്മളിത് കുതിർത്തി വെക്കും. എന്നിട്ട് ഇതിൻ്റെ വെള്ളമാണെങ്കിൽ നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഡെയിലി ഒന്നും മെനക്കെടണ്ട. പിന്നെ നിങ്ങളുടെ മുടി വളരില്ല എന്നുള്ളൊരു പ്രശ്നമില്ല കേട്ടോ. ഏത് കാലാവസ്ഥയിലും നിങ്ങളുടെ മുടി തഴച്ച് വളരും. ഇപ്പോൾ നമ്മളിതൊരു 3 പ്രാവശ്യം കഴുകി വെക്കും. ഇനി നമുക്കിതിൽ വെള്ളം പാർന്നിട്ട് ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ കുതിർത്തിയ പച്ചരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കണ്ട പിന്നെ തിരുമ്പുമ്പോൾ കണ്ടല്ലോ നല്ല കളറുള്ള ഒരു വെള്ള കളറുള്ള വെള്ളം. ഇതിന് നമുക്ക് മറ്റേതവിടേക്ക് അവിടെ ഒഴിച്ചിട്ട് വയ്ക്കണം. ഇത് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ. ഇത് കഴുകി ഉണക്കിയതാണ് കേട്ടോ മക്കളെ. ഇനി നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ഏത് ചായപ്പൊടിയാണോ ഉപയോഗിക്കുന്നത്, നമ്മുടെ AVT ആണ്. കണ്ണൻ ദേവനും ഇവിടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇത് AVT ആണെന്ന് മാത്രം. അതും ഒരു 2 ടേബിൾ സ്പൂൺ. അത് ഈ ഉലുവയുടെ അതേ കണക്കിലാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 5 തണ്ട് കറിവേപ്പില കേട്ടോ. അത് നമ്മൾ കഴുകിയതാണ്. അത് നമ്മളിങ്ങനെ പിച്ചിട്ട് ഇതിലേക്ക് ഇലയൊക്കെ ഇടുക. തണ്ട് വേണമെന്നില്ല. ഇനിയിപ്പോൾ തണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നോ, തണ്ടിനെയും കൂടി ഇതിലേക്ക് ഇങ്ങനെ മുറിച്ചിടുക. ഈ തണ്ടിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ തണ്ട് നമ്മളെ മുടി വളർച്ച കൂട്ടണതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചാണ് ഇടാം കണ്ടോ. തണ്ടും അതിൽ കിടന്നോട്ടെ കണ്ടോ, തണ്ടും അതിൽ കിടന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മളെ ചെറിയ ഉള്ളി, നിങ്ങൾക്കറിയാലോ ഉലുവ, ചെറിയ ഉള്ളി, കറിവേപ്പിലൊക്കെ മുടി വളർച്ച എത്രണ്ട് കൂട്ടുന്നുള്ളത് കണ്ടോ. ഇനി നമ്മൾ കണ്ടോ ഇത് എന്ത് ചെയ്യും നമ്മളെന്നോ, ഒന്ന് ചതയ്ക്കണം ഇടികല്ലിൽ. അപ്പോൾ നമ്മളെ മുടി വളർച്ച നല്ലോണം കൂട്ടും നമ്മളെ ചെറിയ ഉള്ളി. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഉള്ളി ഇടികല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് വേണം. കുത്തിച്ചതച്ച് വേണ്ട. ഇനി ഇതിലിടാം. നമ്മളിനി ഇത് തിളപ്പിക്കട്ടെ കേട്ടോ. ഒന്ന് നല്ലോണം തിളക്കട്ടെ. ഇതിന് നമ്മളെ അധികം സ്പീഡൊന്നും ഇല്ലാതെ വേണം കേട്ടോ. തിളച്ച് കഴിഞ്ഞപ്പോൾ ഇത് നമ്മളെ തിളച്ചെന്നു. അപ്പോൾ ഇനി നമ്മൾ അധികം സ്പീഡില്ലാതെ ഒരു 4 മിനിറ്റ് ഇങ്ങനെ ചെറിയ ഇതിലൊന്നിങ്ങനെ തിളക്കട്ടെ കേട്ടോ. അത്രയേ തിളയ്ക്കണ്ടു. അത് കഴിഞ്ഞാൽ നമ്മളിത് നല്ല തണുക്കണം. തണുത്തതിൻ്റെ ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഒരു 3 മിനിറ്റ് തിളച്ചോട്ടെ. അപ്പോൾ ഇതിനി ഒരു രാത്രി ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നല്ലോണം തണുത്തതിൻ്റെ സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. എന്നിട്ടാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുള്ളൂ. അപ്പം നമ്മൾ ഈ തിളപ്പിച്ച സാധനം ഒരു 9 മണിക്കൂറായി കേട്ടോ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് സത്തൊക്കെ നന്നായി ഇറങ്ങി നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുക, ഇതിലേക്ക് അരിക്കുക. കണ്ടോ, ഇതിൽ കരടൊന്നും പെടരുത് കേട്ടോ. അത് നമ്മളിതിലേക്ക് അരിക്കുക, മുഴുവൻ അരിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മുടിയിൽ തേക്കണ ഏത് ഷാമ്പു വെച്ചാൽ ആ ഷാമ്പു. ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്, നിങ്ങൾ ഏതാ വെച്ചാൽ അതാവാ കേട്ടോ. ഒരു വിരോധവും ഇല്ല കണ്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഷാമ്പു ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. കണ്ടോ, നല്ല മിക്സ് ചെയ്യുക. നല്ലൊരു 15 മിനിറ്റ് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലാക്കി വയ്ക്കാം. അപ്പം നമ്മളിത് കുപ്പിയിലാക്കി വെച്ച്
ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് അമ്മ പറഞ്ഞുതരാം കേട്ടോ. ആഴ്ചയിൽ വെറും 2 ദിവസം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. രാവിലെ എണീറ്റ് കഴിഞ്ഞ് മുടിയിലത്തെ കൂടൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ചീർപ്പോണ്ടൊന്ന് ചീന്തിയതിൻ്റെ ശേഷം കയ്യിലേക്ക് ഒരു ലേശം എണ്ണ എടുത്ത് നന്നായി ചൂട് പിടിപ്പിച്ചിട്ട് തലയുടെ സ്കാൽപ്പിലൊക്കെ നല്ല റൊട്ടേഷനിൽ നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ രക്തയോട്ടം കൂടിയിട്ട് നിങ്ങൾക്ക് മുടി വളരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ എണ്ണ തേക്കുന്ന ദിവസം മാത്രം നിങ്ങൾക്കിത് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ഇത് സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ ചെറിയൊരു മസാജ് കൊടുക്കുക. സ്പ്രേ ചെയ്തിട്ടും ചെറിയൊരു മസാജ് കൊടുക്കുക. എണ്ണ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തേക്കാൻ തുടങ്ങിയാൽ മതി. ഇത് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. ഇനി അപ്പം തന്നെ കുളിക്കണം എന്നുള്ളവർക്കും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല പദം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ തലയോട്ടി ക്ലീൻ ആവും. കാരണം ചായപ്പൊടി, കറിവേപ്പില, ഉലുവ ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടാണ് അരി കഴുകിയ വെള്ളം. മനസ്സിലായില്ലേ? ഒന്നും കഴുകി കളഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് അരി നല്ല തിരുമ്പി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വെളുത്ത കളറുള്ളൊരു വെള്ളം കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ? മുടി വളർച്ച പെട്ടെന്ന് കൂട്ടും മക്കളെ. ഇതൊക്കെ കഞ്ഞി വെള്ളത്തിനേക്കാളും അരി കുതിർത്ത വെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ കേട് വരാതിരിക്കാനാണ് തിളപ്പിച്ചിരിക്കണത്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് 1 മാസം വരേക്കും കേട് വരാതിരിക്കും. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. ഞാനിപ്പോൾ ഒരിക്കലും ഈ കുപ്പിയിലേക്കും ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. അപ്പം എനിക്കിത് നമ്മുടെ ആഴ്ചയിൽ 2 ദിവസം ആകുമ്പോൾ നമുക്കിത് എത്ര ദിവസം തേക്കാം. അപ്പോൾ നിങ്ങൾ ഷാമ്പു ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം എടുക്കണമെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ ഷാമ്പു എടുക്കണ്ട കേട്ടോ. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ ഷാമ്പു. നമ്മളിത് ഒരുപാട് കുറുക്കണില്ല. ഇതിൻ്റെ സത്തൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തിളപ്പിക്കൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഒരു 5 മിനിറ്റ്. ഒരുപാട് കുറുകി പോകണില്ല. നമ്മൾ സിമ്മിലിട്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ 2 ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂൺ ഷാമ്പു വേണ്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്തിട്ട് പോരാ തോന്നണോട്ട് ഇഴകളിലേക്കൊക്കെ സ്പ്രേ ചെയ്താക്കിയിട്ട് അങ്ങനെ മുടി കൊണ്ടുവച്ച് കെട്ടാം. എന്നിട്ട് അപ്പം തന്നെ പോയി നമ്മൾ മേലൊക്കെ കഴുകുമ്പോഴേക്കും അത്രയൊക്കെ പിടിച്ചാൽ മതിയെങ്കിൽ നമുക്ക് നല്ല മുടി വളർച്ച കൂട്ടും. അപ്പോൾ ഈ മാസ്കും പേക്കൊന്നും ഇടാൻ സമയമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കി തന്നത്. പിന്നെ അങ്ങനെയല്ല മക്കളെ, നമ്മൾ ഈ കെമിക്കലുള്ള ഷാമ്പു ആണ് നമ്മളെ ഹെഡ് ആൻഡ് ഷോൾഡറും ഒക്കെ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുക. പക്ഷേ ഒരു പേടിയില്ല, ഓർഗാനിക് ഷാമ്പു ആയിപ്പത്. ചായപ്പൊടിയൊക്കെ കൂട്ടി തിളപ്പിച്ചേല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമ്മളെ മുടി വളർച്ച ഇരട്ടിയാവുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ കേടും പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ തേക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഷാമ്പു ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് മുടിയിലൊന്നും ഷാമ്പു അങ്ങനെ വെച്ച് തേക്കരുത് ആരും മക്കളെ. അപ്പോൾ ഇങ്ങനെയൊക്കെ തേക്കുമ്പോൾ നിങ്ങൾക്ക് ഷാമ്പൂവിൻ്റെ കേടുമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെ തേക്കുന്നതോടുകൂടി നിങ്ങളുടെ തലയോട്ടിയൊക്കെ ക്ലീൻ ആവും. കുറേ ആൾക്കാർക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണ്. മുടി ചൊറിച്ചിലൊക്കെ, മുടി പൊട്ടിപ്പോവുക, സ്പ്ലിറ്റൻ്റെ അതൊക്കെ മാറി മക്കളെ നല്ല കാട്ട് പിടിച്ച പോലെ നിങ്ങൾക്ക് മുടി ഇങ്ങനെ എന്താ പറയുക, മൊട്ട തലയിലടക്കം ഈ കൊഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ മുടി പുതിയതായിട്ട് വളരും. ഒരു മുടി കൊഴിച്ചിലും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. താരൻ്റെ കേടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങളൊന്ന് തേച്ച് നോക്ക്. എന്നിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അനുഭവം എന്നോട് പറയണം കേട്ടോ. ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട്, എനിക്ക് ഷുഗറൊക്കെ പിടിച്ചിട്ട് മുടി പൊട്ടിപ്പോണുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഈ അങ്ങനെ ഈ തലയോട്ടിയിലൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഓട് കാണുന്നുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ ഇതിങ്ങനെ തേച്ചിട്ട് എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം കട്ടിയിൽ വളർന്നു വന്നു. ഗുളികയുടെ എഫക്റ്റും ഒക്കെ ആയിട്ട് എനിക്ക്. അപ്പോൾ പല കുട്ടികൾക്ക് 40 കഴിഞ്ഞ തടങ്ങ് കയ്യല്ലേ മുടി സ്പ്ലിറ്റൻ്റെ ഒക്കെ വന്ന് ആകെ ഒരു കളറില്ലാതൊക്കെ. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇടുന്നത് നമ്മളെ മുടി നല്ല കറുത്ത് വരാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുടി വളർച്ചയ്ക്ക് എല്ലാം ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളെ ഉലുവയിലുണ്ട്, ചായപ്പൊടിയിലുണ്ട്, അതുപോലെ നമ്മളെ കറിവേപ്പിലയിലുണ്ട്, പിന്നെ നമ്മൾ അരി കഴുകിയ വെള്ളത്തിലുണ്ട്. അപ്പോൾ നമ്മളെ മുടി വളർച്ച കൂട്ടാനുമായി മുടി ഓട് നല്ല ക്ലീൻ ആവുകയും ചെയ്യും. കുറച്ച് ഷാമ്പൂ ഇട്ടാൽ ഒരുപാട് പതപ്പിക്കാതെ ഉള്ളത് മതി നിങ്ങൾ എടുക്കുക കേട്ടോ. പാകത്തിന് ചളി 2 പ്രാവശ്യം ആകുമ്പോഴേക്കും നമ്മുടെ തലയോട്ടിയിൽ ഒരു ചളി ഉണ്ടാവില്ല. എണ്ണ തേച്ച മുഴുക്കൊക്കെ അന്നു പോകൂലേ. ഇപ്പോൾ പൊടിയും പൊല്യൂഷനൊക്കെ ഉള്ള കാലമാണ്, അതെനിക്കറിയാം. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അത്രയ്ക്കുള്ള നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മടുന്ന അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.